എന്റെ സഹോദരി കെ രാധാക്കുള്ള പെൻഷൻ 2016 വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് സഹോദരിക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് ചില പ്രശ്നം ഉള്ളതുകൊണ്ട് അവരെ അമ്മയാണ് കോടതി കാർഡിനെ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ അമ്മ മരിച്ചു 2016. അമ്മ മരിച്ചതിന് ശേഷം പെൻഷൻ സ്റ്റോപ്പായി. അപ്പൊ ഓഫീസർ ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് റിയൽ ബെനിഫിഷ്യറി കെ മാധവി, അമ്മയുടെ കെ മാധവിയാണ്. കെ മാധവി മരണപ്പെട്ടിരിക്കുകയാണ്, പെൻഷൻ സ്റ്റോപ്പായി. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് റിയൽ ബെനിഫിഷ്യറി കെ മാധവിയാണ്, അവർ മരണപ്പെട്ടിരിക്കുകയാണ്. കൊണ്ട് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ PF ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞു ഇതിപ്പോ എങ്ങനെ ഉള്ളത്, ഇതിലിപ്പോ എഡിറ്റ് ചെയ്യണം. ഇവിടെ കാണുന്ന അമ്മയുടെ പേരാണ് കാണുന്നത്, രാധയുടെ പേര് കാണുന്നില്ല. രാധയുടെ പേര് എന്ന് പറഞ്ഞ ഒരു ഗാർഡിയൻ കണ്ടു, കെ മാധവി ഗാർഡിയനും കെ കാണുന്നത്. പക്ഷെ അതിപ്പോ ശരിക്കും റിയൽ ബെനിഫിറ്റാണ് കെ മാധവിയുടെ പേരാണ് കാണുന്നത്, അതിൽ എഡിറ്റ് ചെയ്യണം. അത് പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു, സാർ ഇതെങ്ങനെ നമ്മൾ കോടതിയായിട്ട് ബന്ധപ്പെടണം? സാറുമാർ പറഞ്ഞു കോടതി ബന്ധപ്പെടണം, ബട്ട് ഇത് കുറച്ച് സമയമെടുക്കും, ചെയ്യാൻ പറ്റും, അതുവരെ നിങ്ങളത് വെയിറ്റ് ചെയ്യണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഡോക്യുമെന്റും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയി ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് കൊടുത്ത് സാർ ഇവിടുന്ന് തിരുവനന്തപുരത്തും ഡൽഹിയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, പെൻഷൻ കിട്ടി. സാറന്മാരുടെ ആ ഓഫീസിൽ അശ്രാദ്ധ പരിശ്രമം കൊണ്ടാണ് കിട്ടിയത്. ഞാൻ അത് വളരെ സന്തുഷ്ടരാണ്. അതുകൊണ്ട് എല്ലാ സാറന്മാർക്കും സഹകരിച്ച എല്ലാവർക്കും നമ്മൾ അങ്ങേയറ്റം നന്ദി നമ്മൾ രേഖപ്പെടുത്തും.